അല്ല, എനിക്ക് സിൻഡ്രോം ആയിട്ടുണ്ട്. വിത്ഡ്രോവൽ സിൻഡ്രോം. മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കുവല്ലേടി? കഷ്ടപ്പെട്ട് ഒരു തരത്തിൽ വലിഞ്ഞു കയറി വയ്യാതെ വന്നതാ. എന്നാണ് ഈ കാണിക്കുന്നേ? ആഹാ, മാറി പൂജ അങ്ങോട്ട്. ഏതായാലാണ് ഈ രാത്രി ഇത്ര നോക്കേണ്ടത്? ഏതായാലും ഉറക്കം പോയി. സമയം രാത്രി 12 മണി. ലോകം മുഴുവൻ ഉറങ്ങി. പക്ഷെ നിങ്ങളോ? ഒന്ന് സംസാരിക്കാൻ, തമാശ പറഞ്ഞ് ചിരിക്കാൻ ആളുണ്ടോ കൂടെ? സമയം രാത്രി 12 മണിന്നോ? മനുഷ്യന്റെ ഉറക്കം കളഞ്ഞിട്ട് സമയം രാത്രി 12 മണിന്നോ? നീ കൂടുതൽ വർത്താനം നീ പറയണ്ട. ഇവിടെ ബ്ലോക്കൊക്കെ ഉണ്ടടി. എടി, ലോകം മൊത്തം ഉറങ്ങിയിട്ട് നീ മാത്രം ഉറങ്ങാതെ എന്നാടുത്തോണ്ടിരിക്കുവാടി. എടി, ഉറക്കം വരണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സ് നല്ലതായിരിക്കണം. പിന്നെ സ്ഥിരമായിട്ട് ഏതെങ്കിലും വീട്ടിൽ കിടന്നുറങ്ങണം. അല്ലാതെ കണ്ടവന്മാരെ എല്ലാം കൂടുതൽ കൂത്തടിച്ചിട്ട് തോന്നുന്ന ഹോട്ടലിലെല്ലാം വലിഞ്ഞു കയറിച്ചിട്ട് ബെഡേ കിടന്നിട്ട് ഇങ്ങനെ നിരങ്ങുകയും കുലുങ്ങുകയും ചെയ്താലൊന്നും ഉറക്കം വരത്തില്ലടി പരനാറി. എടി, നിനക്ക് ഉറക്കം വരുന്നില്ലല്ലേ? നീ വേറെ വല്ല ഉറക്കം കുളിക്കാൻ പോയി തിന്നടി. ദോസ്ത് ആപ്പ് തുറക്കുക. ഇപ്പോൾ തന്നെ പുതിയൊരു ഫ്രണ്ടിനോട് ഹായ് പറഞ്ഞോളൂ. ഇനി പുതിയ കഥകൾ തുടങ്ങാം. ജോസിന്റെ ആപ്പോ കൊരങ്ങന്റെ ആപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഏതാണ് ഈ ജോസിന്റെ ആപ്പ്? അത് നീ പോയി ഉണ്ടാക്കിയാൽ മതി. ഞങ്ങൾക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എടി, പാതിരാത്രി നിന്നോട് ആരെങ്കിലും കഥ പറയാനും ചിരിക്കാനും ഒക്കെ ഇരിക്കുപോടി. അത് വല്ല കണ്ണുമുട്ടലുമായിരിക്കണം. എടി, നിന്നോടൊക്കെ സല്ലപിക്കുന്നതിലും സൊല്ലുന്നതിലും ഒക്കെ ഭേദമുണ്ടല്ലോ. വല്ല കക്കൂസ് കുഴിക്കാത്തോട്ട് വീണ് ചാകുന്നതാടി. പോടി ഇറങ്ങി. അവള് കൂടുതൽ വർത്താനമൊന്നും പറയണ്ട. മനുഷ്യന്റെ ഉറക്കം കളഞ്ഞിട്ട് വന്നേക്കും. ഒടുക്കത്തെ രാത്രി 12 മണിക്ക് അവളുടെ അപ്പൻ ചത്തു. എടി, നിനക്ക് എന്നിട്ടും നിനക്ക് ഉറക്കം വരുന്നില്ലല്ലേ? ഇത് കണ്ടോ? ഇതുപോലെ ഞാൻ ഇങ്ങോട്ട് നൈറ്റി അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ. കളഞ്ഞിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം. എന്നിട്ട് ഒറ്റ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. ഒറ്റ കിടത്തുണ്ട് ഇങ്ങനെ. ആർക്കാണോ പിന്നെ ഇത്ര നോക്കുകയാണ് മനുഷ്യനെ ഒരു തരത്തിൽ ഉറങ്ങാൻ സമ്മതിച്ചിട്ട് നോക്കിട്ട് തന്നെയാണ്. എന്റെ ആൺ സുഹൃത്തുക്കൾ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, അവരവരുടെ ആൺ സംസാരിക്കുന്നത് പോലെ അവരുടെ പെൺസുഹൃത്തുക്കളോട് തുറന്ന് സംസാരിക്കാൻ കഴിയാറില്ല. നാറി പോയി പരനാറിയെ വിളിച്ചോണ്ട് വന്നു. നീ കൂടുതൽ വർത്താനം പറയല്ലേ? എന്റെ തലയെല്ലാം കൂടെ പൊട്ടിപ്പോയിട്ട് എനിക്ക് പണ്ടാരം വിത്ഡ്രോവൽ അടിച്ചിട്ട് എന്റെ ദൈവമേ എന്റെ ഉറക്കം കളഞ്ഞു. ഞാൻ കേക്കട്ടെ. സംസാരിക്കുന്നത് പോലെ അവരുടെ പെൺസുഹൃത്തുക്കളോട് തുറന്ന് സംസാരിക്കാൻ കഴിയാറില്ല. ഇതാണ് ആ കാര്യം. ഇവളുടെ ആൺ സുഹൃത്തുക്കൾ അവന്മാരുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതോടെ ഇവളുടെ സുഹൃത്തുക്കളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. കൺഫ്യൂഷനാണല്ലോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ കഴിയാറില്ലെങ്കിൽ നീ മിണ്ടാൻ പോകണ്ട. അത്രയല്ലേ ഉള്ളൂ പ്രശ്നം. എന്താ നീ പണ്ടാട് എനിക്കങ്ങോട്ട് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഇവളുടെ ആൺ സുഹൃത്തുക്കൾ ഇവളോട് ഇവളുടെ ആൺ സുഹൃത്തുക്കൾക്ക് ഇവളുടെ ആൺ സുഹൃത്തിന്
അവന്മാരുടെ ആൺ സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ പെൺ സുഹൃത്തിനോട് സംസാരിക്കാൻ പറ്റുന്നില്ല. എടി പിന്നെ നീ എങ്ങനാടി പരന്നാറി ഇതറിഞ്ഞത്? എടി നീ പെണ്ണല്ലേ? അവന്മാര് നിന്നോട് തന്നെടി ഈ പ്രശ്നം പറഞ്ഞത്. അപ്പൊ പിന്നെ അവന്മാർക്ക് പേടിയില്ലല്ലോ. അതോ നീ പെണ്ണല്ലേ നീ? എടി ഇതൊക്കെ എന്നാത്തിനാണ് ഈ ഫോൺ വിളിച്ച് എന്നോട് പറയുന്നത്? എടി പണി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുമല്ല, നിനക്കറിയാവോ? പുരുഷന്മാരും സ്ത്രീകളും അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് വ്യത്യസ്ത രീതിയിലായതുകൊണ്ടാണോ? ഇതൊക്കെ നിനക്ക് നല്ല വെട്ടുകളെ കളയ്ക്കാത്തതിന്റെയോ അല്ല നല്ല വീട്ടിൽ നല്ല അടി കിട്ടാത്തതിന്റെ നിനക്ക് ഇങ്ങനത്തെ കുണമെന്ന് സംശയം. വികാരം പ്രകടിപ്പിക്കുന്ന വ്യത്യസ്ത രീതിയിലായിട്ടാണ്. നിനക്കൊന്നും തിന്നുകയും കുടിക്കുകയും വേറെ പരിപാടിയൊന്നുമില്ല. 24 മണിക്കൂർ ഈ വികാരം മാത്രമേ ഉള്ളൂ. വികാരം അതെ നീ പറഞ്ഞതിന്റെ ഞാൻ പറയാം. ഈ വികാരമല്ല, വ്യത്യസ്ത രീതിയിലാണ് വികാരം പ്രകടിപ്പിക്കുന്നത്. ചിലര് വികാരം മൂത്ത് കഴിയുമ്പോ ഈ ബ്രോയിലർ കൊണ്ട് ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കും. ചിലര് മയിലിങ്ങനെ പീലി പിരിച്ചാൽ തന്നെ ഇങ്ങനെ ആദ്യം ചിലര് ചിലര് പിന്നെ ഇങ്ങനെ 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 കിടന്ന് കറങ്ങും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കില്ല. വികാരം മൂത്ത് കഴിയുമ്പോൾ അങ്ങനെ കറങ്ങും. പിന്നെ ചിലര് ഈ ദേഹത്തൊന്നും ഇങ്ങനെ കരിയിലെല്ലാം വാരി ഇങ്ങനെ തേക്കും. ചിലര് പിന്നെ ഇങ്ങനെ ഇരുന്നത് ഇങ്ങനെ നിരങ്ങി ചിലപ്പോൾ ഇങ്ങനെ ഇരുന്നു. അങ്ങനെ പല രീതി വികാരത്തിന്റെ അത് ഇത് മൂപ്പ് അനുസരിച്ച് പല രീതിയിൽ കാണിക്കുന്നു. എല്ലാവരും വികാരം മൂത്ത് കഴിയുമ്പോ അങ്ങനെ കാണിക്കുന്നത്. തീർന്നോടി ഇതിന് നോക്കണ്. എന്നാൽ ദോസ്ത് ആപ്പിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശ്രദ്ധിക്കാൻ താല്പര്യമുള്ള ധാരാളം അജ്ഞാത സ്ത്രീകളെ നിങ്ങൾക്ക് കണ്ടെത്താം. ആണോ? ആ പറഞ്ഞ നേരാണോടി? ഒത്തിരി പെണ്ണുങ്ങളെ എനിക്കും കിട്ടുമോ? എന്നാ പറഞ്ഞു? ജോസിന്റെ ആപ്പിനതൊന്ന് അജ്ഞാത സ്ത്രീകളെ കണ്ടെത്താം. എടി പരനാറി. എടി അവരജ്ഞാതരല്ലേ? അവരെ എങ്ങനെ പിന്നെ കണ്ടെത്തുന്നാടി നീ പറയുന്നത്? എടി നിനക്ക് നാണവും വെളിവും ഉണ്ടോടി നിനക്ക്? എടി അജ്ഞാതരെന്ന് പറഞ്ഞ ആദ്യം എന്നാന്ന് പോയി പഠിക്കടി. എടി അജ്ഞാതരെന്ന് പറഞ്ഞാൽ അവർക്ക് ഊരും പേരൊന്നുമില്ല. അവരെ നമുക്ക് കാണാനൊന്നും പറ്റത്തൊന്നുമില്ലടി. നീ പത്രത്തിൽ കണ്ടിട്ടില്ലേ അജ്ഞാത ശവം എന്നൊക്കെ? അതാരാന്നൊന്നും ആർക്കും അറിയത്തില്ല. പിന്നെ നീ എങ്ങനെ കണ്ടെത്തും? ഒരു കാര്യം നീ ഒരു അജ്ഞാതനെ നീ ഒന്ന് കണ്ടെത്തി കാണിച്ചേ. നീ കണ്ടെത്തി കാണിച്ചിട്ട് നീ ഇവിടേക്ക് പോയാ മതി. നിന്റെ ജോസിന്റെ മറ്റടുത്ത ആപ്പിൽ നിന്നൊന്നും കൂട്ടുകാരെ ഉണ്ടാക്കേണ്ട ഗതികളൊന്നും എനിക്കില്ലടി. എടി എനിക്ക് വിളിച്ചാൽ ലോറിക്ക് വരാൻ ആളുണ്ട്, ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ടടി. ആ മെനകെട്ടവന്മാരെ ഒന്ന് കാണാതെ ഒളിച്ചും പാത്തും ഒരു തരത്തില്ല ഞാനിങ്ങനെ വീട്ടോട്ടൊക്കെ കയറി വരുന്നത്. എല്ലാം കൂടെ വലിഞ്ഞു കയറി വീട്ടിലോട്ട് വരും. എനിക്കിങ്ങനെ ആപ്പുകൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമേ എനിക്കില്ല. കേട്ടോടി, നീയൊക്കെ നിന്റെ ആപ്പും കൊണ്ട് വേറെ പണിയും വന്നു. ജോസിന്റെ ആപ്പ് ജോസിന്റെ ആപ്പ് കൊരങ്ങന്റെ ആപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി അത് ജോസിന്റെ ഇറങ്ങിയോ? ഇതൊക്കെ എന്നാ ഈ വെളിവുകളൊക്കെ പറയുന്നത്? അതിന്റെ ഒരു തരത്തിലും ജീവിക്കാൻ തോന്നിരിക്കുക. പെൺകുട്ടികളോട് സംസാരിക്കാൻ ആത്മവിശ്വാസക്കുറവുള്ള ആളാണോ നിങ്ങൾ? എനിക്ക് ഉള്ള ആത്മവിശ്വാസമൊക്കെ മതി. അതുകൊണ്ടൊക്കെ ഞാൻ എങ്ങനെയൊക്കെ ഉന്തിത്തള്ളി ജീവിച്ചോളാം കേട്ടോ. നീ കൂടുതൽ ആത്മവിശ്വാസം പഠിപ്പിക്കൊന്നും വേണ്ട. നിങ്ങളുടെ ആത്മവിശ്വാസം കണ്ടെത്താൻ ഒരു തുടക്കം മാത്രമാണ് ആവശ്യം. ഓഡിയോ കോളിലൂടെ പെൺകുട്ടികളോട് സംസാരിക്കാൻ ദോസ്ത് ആപ്പ് പരീക്ഷിക്കൂ. തുടർന്ന് വീഡിയോ കോളിലേക്ക് മാറുക. ദോസ്ത് ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്കൊരു തുടക്കത്തിനായുള്ള ആത്മവിശ്വാസം നേടും. ഇന്ന് തന്നെ ദോസ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്റെ ആപ്പ് നടത്തുന്ന ജോസ് ഉണ്ടല്ലോ, അവനോട് പോയി പറഞ്ഞത് നിന്നെയൊക്കെ പോലുള്ള ക്ലോസറ്റ് മൂഞ്ചികളെ വെച്ചാണ് അവൻ ഈ ആപ്പ് പരിപാടി പ്രസ്ഥാനം നടത്തുന്നതെങ്കിൽ അധികം താമസിക്കാതെ അത് കൂട്ടിക്കെട്ടും കേട്ടോ. ഇതൊന്നും നടക്കത്തില്ല. നീയൊക്കെ വല്ല തൊഴിലുറപ്പിനോ വല്ല കാട് കളിക്കോ ഒക്കെ പോകുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഒന്നും അവിടെയും കേട്ടത്തില്ല. അവിടെയും വേറെ മെഴുക്കികളൊക്കെ ഉണ്ട്. നടേണ്ടി കിട്ടും നിങ്ങൾക്ക് അവിടെയും പോയാൽ. ഡേറ്റിംഗ് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങുന്ന ബന്ധം അൺഇൻസ്റ്റാൾ ചെയ്താൽ പോയി. ജീവിതം നിങ്ങളുടേതാണ്. ഓർക്കുക, ഡേറ്റിംഗ് ആപ്പുകളിൽ പെട്ട്
ആപ്പിന്റെ ഇടയിൽ വാല് പോയ കുരങ്ങന്റെ അവസ്ഥ ആർക്കും വരാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക.